ഷിഫ്റ്റ് ഡീസലിൻ്റെ ടൈമിങ്ങാണ്. ഇത് ടൈമിങ് ക്യാമിൻ്റെ പുള്ളിയാണ് എൻ്റെ ലോക്ക്. ഇതാണ് ലോക്കാകുമ്പം ക്യാം സെൻസറിൻ്റെ ഒരു വെട്ടുണ്ട്, സെൻസറിൻ്റെ ക്യാമിൻ്റെ ആ വെട്ട് മുകളിലോട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരു വെട്ട് വരും. അതിൽ ഈ ലോക്കായി നിൽക്കണം. അതാണ് ക്യാമിൻ്റെ ലോക്ക്. ക്രാങ്കിൻ്റെ ലോക്ക് എന്ന് വെച്ചാൽ അടിയിലാണ്. ഇതാണ് ക്യാമിൻ്റെ ലോക്ക്. ഇതാണ് ക്യാം ടൂള്. അതിന് സൈഡ് വീലിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിലൂടെ കറക്റ്റ് ഇറങ്ങി നിൽക്കണം. ആ ക്യാമിൻ്റെ ലോക്ക്. ക്രാങ്കിൻ്റെ പുള്ളി ലൂസ് ചെയ്യുമ്പോൾ ക്യാം രണ്ട് ലൂക്ക്. ഇതാണ് ക്രാങ്കിൻ്റെ പുള്ളിയുടെ ബോൾട്ട്. ഈ 18ആണ്. ഇത് ക്യാമും ക്രാങ്കും ഒരുപോലെ ലോക്ക് ചെയ്ത ശേഷം മാത്രമേ ഇത് അഴിക്കാവൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ക്യാം മാത്രമേ കറക്റ്റ് ലോക്കായിട്ടുണ്ടെങ്കിൽ ക്യാമിൻ്റെ പുള്ളി പൊട്ടിപ്പോകും. നമ്മൾ കറക്റ്റ് ലോക്ക് ചെയ്ത ശേഷം അഴിക്കാവൂ. പിന്നെ അഴിക്കാത്ത ടാസ്ക്കാണ് ഓയിൽ സമ്പ് ഇളക്കണം, ഈ സൈഡ് ടെൻഷൻ അതുപോലെ ഇളക്കണം, വാട്ടർ പമ്പ് ഇളക്കണം, ടൈമിങ് കവർ ഇളക്കണം. 18 പിള്ളേരുടെ ഇപ്പോൾ ടൈമിങ് കിറ്റായിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. 18ൻ്റെ ബോൾട്ട്. ഈ പുള്ളി പുതിയതാണ്. ഈ പാഡ് രണ്ടും അതും പുതിയതാണ്. ടെൻഷൻ അത് ഇതാണ് കിറ്റായിട്ടാണ് മാറിയിരിക്കുന്നത്. 210, ഇത് 210. ഈ ടെൻഷൻ പിന്നുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ പാഡിൽ ഇവിടെ ഒരു അലങ്കിയുണ്ട് 6ൻ്റെ. അല്ലെങ്കിൽ തിരിച്ച് ടൈറ്റ് ചെയ്യുമ്പം നമുക്ക് ടൈറ്റ് ചെയ്യണം. ഒരു പൊട്ടിപ്പോലും ജോലിയാവും. ഇത്തിരി മൊണ്ടിയാണ്. നമ്മൾ നോക്കി ടൈറ്റ് ചെയ്യണം. അതല്ലാതെ ഇത് ലൂസ് ചെയ്ത് അവസാനം ഈ ടെൻഷനർ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ടൈറ്റ് ചെയ്യാവൂ. ഇത്രയാണുള്ളത്.